ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ ക്ലാസ്സിലിരിക്കുക. ഞങ്ങൾക്കിപ്പോൾ മോർണിംഗ് ആണ് ക്ലാസ്. ഞാൻ അതിരാവിലെ വരും. എന്താണെന്നുള്ളത് എനിക്ക് രാവിലെ ബസ്സുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു 7:15 ആകുമ്പോഴാണ് ബസ്സുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഇവിടെ വന്ന് കുത്തിയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ വരും കാണില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നൂർ ഫാത്തിമ വരും. എനിക്ക് വീട്ടിൽ ഇരുന്ന് എന്താ പറയുക, ഇൻട്രോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇപ്പം ഇരുന്ന് എടുക്കാമെന്ന്. അപ്പം നമ്മൾ IV പോയൊക്കെ ഇരുന്നു. 14th IV സ്റ്റാർട്ട് ചെയ്ത് 18th ഒക്കെ ആയപ്പം തിരിച്ചു വന്നു. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും കേട്ടോ, IVയുടെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ ആ ഒരു മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും ആലോചിക്കത്തില്ല ഞാൻ. പക്ഷെ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഇരിക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം IV പറ്റി പറയാമായിരുന്നെങ്കിൽ IV അടിപൊളിയായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഒക്കെ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തെങ്കിലും ലാസ്റ്റ് 2 ഡേ അടിപൊളിയായിരുന്നു. പിന്നെന്താ നമ്മൾ ഈ കോളേജൊക്കെ ആകുമ്പം ക്ലാസ്സിലെല്ലാവരുമായിട്ടൊരു ഒരു ബോണ്ട് ഉണ്ടാവില്ല. പക്ഷെ IVക്ക് പോയി വന്നപ്പോഴത്തേക്കും ആ ഒരു ബോണ്ട് കുറച്ച് കൂടെ കണക്ഷൻസ് ഉണ്ടായി. ബോണ്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് വലുതായി. സോ അതൊക്കെ കൊണ്ട് നല്ല ഹാപ്പിയാണ്. പിന്നെ എന്താ, ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടെ എന്താ പറയാമെന്ന്. പക്ഷെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ ഞാൻ 2 ദിവസം കരഞ്ഞു. കാരണം എനിക്ക് എന്താണെന്നറിയത്തില്ല, വന്നതിന് ശേഷം ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞതുകൊണ്ട് അവിടെ പോയി ടാനൊക്കെ അടിച്ച് എന്തൊക്കെയൊക്കെയോ ആയി, ചുണ്ടൊക്കെ പൊട്ടി. ഞാനിപ്പോൾ മാസ്ക് ഇട്ടാണ് നടക്കുന്നത്. ഇപ്പം ഇച്ചിരി കുറഞ്ഞു. നേരത്തെ നല്ല പോലെ ഇതായിരുന്നു, പക്ഷെ ഇപ്പം ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു IV എങ്ങനെ ആവും, ബോറാവോ, എനിക്ക് എന്തെങ്കിലും ഫൺ ഉണ്ടാവോ, വൈബ് ഉണ്ടാവോ എന്നൊന്നും എനിക്ക് തുടക്കം അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ചെന്നപ്പോൾ ഫസ്റ്റ് ഡേ വാസ് വെരി അടിപൊളി. കാരണം സ്റ്റാർട്ടിങ് ആണല്ലോ. സെക്കൻഡ് ഡേ അപ്പോൾ എനിക്ക് എന്തോ ചെറിയ ബോറൊക്കെ ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് നല്ല ബോഡി പെയിനൊക്കെ ഉണ്ടായി. കാരണം കുറേ നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. കാരണം എനിക്ക് നടുവേദന എടുക്കുന്നു. പ്രായമായി ഗൈസ്, ഭയങ്കര നടുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ DJ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കയറിയില്ല. വയ്യായിരുന്നു, തീരെ ഒട്ടും വയ്യായിരുന്നു. കണ്ടോ നടന്ന് വരുന്നത് കണ്ടോ. രാവിലെ വന്ന് ഫാനും എല്ലാം പിടിച്ചിടും. ഞാൻ വന്നിട്ട് ഒന്നും ഇടത്തില്ല, എനിക്ക് തണുക്കും. അതുകൊണ്ട് ഞാനൊന്നും ഇടത്തില്ല. രാവിലെ ഇതൊക്കെ വന്ന് പണ്ട് തൊട്ടേ രാവിലെ ക്ലാസ് ഉള്ളപ്പോൾ വന്നിടുന്ന വ്യക്തിയാണ് നൂർ ഫാത്തിമ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, പറ IV എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറ എന്തേലും പറ IVയെ പറ്റി. ഇങ്ങനെയൊക്കെ ഇത്ര എൻ്റർടൈൻഡ് ആവുമെന്ന് വിചാരിച്ചോ? ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൾ ഇച്ചിരി സാഹിത്യകാരി, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്. അതെ, നല്ലതായിരുന്നു. നമുക്ക് ഒരു IV അതെ, നമ്മൾ ഒരു ക്യാൻസൽ ചെയ്യണമെന്ന് വരെ വിചാരിച്ച് പോകുന്നതിൻ്റെ തലേന്ന് വരെ. അതെ, ഞാനും വിചാരിച്ചായിരുന്നു. തലേന്നായപ്പോൾ എനിക്കൊരു മൂഡില്ല. അല്ല, കുറച്ച് ദിവസം മുമ്പേ ഞാൻ പറയും എല്ലായിടത്തും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ചെല്ലുമ്പോഴത്തേക്കും IV എന്താവും, എങ്ങനാവും, വല്ലതും ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. മനസ്സിലായോ? ഓക്കെ, ശ്രേയസ് വരുന്നു നടന്ന് മന്ദം. എന്തായാലും കുറേ ഉറങ്ങാനും പറ്റി, കുറേ തുള്ളാനും പറ്റിയല്ലയോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോറി ഗൈസ്, ഞാൻ എവിടൊക്കെയാണ് IVക്ക് പോയെന്ന് പറയാനായിട്ട് വിട്ടുപോയി. സോ നമ്മൾ കൂർഗ്, ചിക്മംഗ്ലൂർ, ബേലൂർ, അങ്ങനെ 3 സ്ഥലത്താണ് നമ്മൾ IVക്ക് പോയത്. അതുപോലെ നമ്മളൊരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യണം. അത് നമ്മൾ പാണ്ഡ്രംഗ കോഫി എന്ന് പറഞ്ഞിട്ട് ചിക്മംഗ്ലൂർ അവിടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ 15 minutes ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അതൊരു വീഡിയോ പോയി കണ്ടു. ആൻഡ് ഗൈസ്, ഞാൻ വോയിസ് ഓവറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല കേട്ടോ വീഡിയോയിൽ. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വോയിസ് ഓവേഴ്സ് കൊടുക്കാനായിട്ടൊന്നും ഇല്ല.
അത് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് അതിനകത്ത് പറയണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, കൊള്ളാം കേട്ടോ. പാട്ട് നിന്ന് ഓണാക്കിയതും നോക്കെന്താ? ഹായ് പ്ലീസ്. ചാർജർ എന്തെങ്കിലുണ്ടേ? കൈ മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. Sound the alarm. I'm coming up. We'll have a ball. I'm sweet like a buttercup. Your puppy dog. Show them all what I'm gonna be. Won't stop till I get it. നേരത്തെ നല്ലൊരു വ്യൂ കിട്ടിയതായിരുന്നു. കിടന്നുറങ്ങുമായിരുന്നു. എണീച്ച് മിസ്സിനെ കിട്ടിയ സോറി. അത് പോയി. ഭയങ്കര ഇഷ്ടമാണ് പൂവ്. നീ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരുന്നോ? അല്ല, പിന്നെ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരുന്നോ?
നോക്കുന്നില്ലേ തല പൊക്കുന്നില്ലേ ഫാഷനാണ്. കാണാൻ വയ്യ ഇല്ലയോ? ചെവി വെക്കുന്നു ചെറിയ കുസോട്ടോ കൊച്ചിന് സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഹരാങ്കി ഡാമിലായിരുന്നു കേട്ടോ പോയത് കൂർഗിൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോയി. ഇവിടെ കണ്ടോ, ഇവിടെ ആക്ച്വലി അവർ കൊക്കക്കോള വെച്ചിട്ടാണ് ഇവിടെ പൂജിക്കുന്നത്. അപ്പം നമ്മൾ കുറേ നേരം അതിനെ പറ്റിയിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കേട്ടിട്ട് നല്ല രസമുണ്ട്. സൈഡിൽ അത്രയും പേരുന്നിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടിരിക്കാൻ. അകത്തല്ലേ പുറത്തല്ലേ? ഇതായിരിക്കും പലരും പല വഴിക്കാണ്. മിൽക്കി ബാർ കൊടുക്കുന്ന വ്യക്തി പലരും പല വഴിക്കാണ്. നമ്മൾ നാലുപേരും മാത്രം ഇങ്ങനെ നടക്കണം. നേരെ പരത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ മാനിനെ? song makes concentrate on your face. Hello,
നല്ല കളർഫുൾ ആത്തു. Yes. ഗൈസും നോക്കി നടക്കുന്ന നടപ്പാണ് നിങ്ങൾ കണ്ടോ ആ ചേട്ടൻ ബാഗും തൂക്കി നടക്കുന്നത്? അവരുടെ പുറകിലാണ് നമ്മൾ ഞങ്ങളാണെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞുകൂടും എന്നിട്ട് നമ്മളിനി പോന്നേ ജീപ്പ് സഫാരി. നമ്മളിവിടെ വന്ന് കുറെ നേരമായിട്ട് ബസ്സിനകത്ത് ചൂടെടുത്തി എന്താ ഇറങ്ങാത്ത വെള്ളം കണ്ടാ മതി. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. എല്ലാരും നടന്ന് പോയി. ഇവരെങ്ങോട്ടാ ഇവരെ കൊണ്ടുപോകുന്നത്? ഫുഡ് കഴിക്കാൻ താഴോട്ടാ പോകണം. പക്ഷെ ഇവിടെ നല്ല ഞാൻ റേഞ്ചിന്റെ സാധനമേ ഞാൻ പിടിച്ചു. റേഞ്ച് ഇല്ല പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ സ്റ്റോറേജ് വരെ ഫുൾ ആയിട്ടുണ്ട്.
അതാ എത്തുമ്പോ 15 മിനിറ്റ് ആയി. തിരിച്ചു വരും. ഹലോ ഹലോ. അയ്യോ ഞാൻ പോയി. ഞാനുണ്ട്. എന്താടാ ശരിയാണല്ലോ. മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ.